ഒരിടത്തൊരിടത്ത് ഒരു സുന്ദരിയായ രാജകുമാരി ഉണ്ടായിരുന്നു. എന്നാൽ അവൾ ഏത് സമയവും ചിന്താവിഷ്ടയായിരുന്നു. തൻ്റെ ഭാവി വരനെ പറ്റിയായിരുന്നു അവളുടെ മുഴുവൻ ചിന്ത. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാജകുമാരി തൻ്റെ ഭാവി വരനെ സ്വപ്നം കാണുകയുണ്ടായി. അത്ഭുതമെന്നിരിക്കട്ടെ, പിറ്റേന്ന് കൊട്ടാരത്തിലെ കഥ രാജകുമാരി സ്വപ്നം കണ്ട അതേ യുവാവെത്തിയിരിക്കുന്നു. പക്ഷേ അദ്ദേഹം ഒരു ഭിക്ഷക്കാരനായിരുന്നു. രാജകുമാരി പെട്ടെന്ന് തന്നെ താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ചും ഇന്ന് കൊട്ടാരത്തിലെത്തിയ യുവാവിനെ കുറിച്ചും രാജാവിനോട് പറഞ്ഞു. ഇത് കേട്ട രാജാവ് ഉടനടി തന്നെ ആ യുവാവിനെ അന്തപുരത്തേക്ക് എത്തിക്കുവാനുള്ള ഉത്തരവിട്ടു. ഭടന്മാർ ആ യുവാവിനെ കൊണ്ട് അന്തപുരത്തിലേക്ക് എത്തി. രാജാവ് യുവാവിനെ പരീക്ഷിക്കാൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. എന്നാൽ യുവാവാവട്ടെ എല്ലാ ചോദ്യങ്ങൾക്കും വളരെ നന്നായി തന്നെ ഉത്തരം പറഞ്ഞു. യുവാവ് ബുദ്ധിയും സമർത്ഥനും വിവേകവും ഉള്ള ഒരാളാണെന്ന് രാജാവിന് ബോധ്യപ്പെട്ടു. രാജകുമാരി കണ്ട സ്വപ്നത്തെക്കുറിച്ചും ഇവർ തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ചും രാജാവ് യുവാവിനോട് പറഞ്ഞു. അദ്ദേഹം വളരെ അത്ഭുതപ്പെട്ടു. ഇത് കേട്ട യുവാവ് പെട്ടെന്ന് തന്നെ തൻ്റെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ അഴിച്ചു. അതാ സുന്ദരനായൊരു യുവാവ് പ്രത്യക്ഷപ്പെട്ടു. രാജാവും രാജകുമാരിയും അത്ഭുതപ്പെട്ടു. ഭിക്ഷക്കാരനായി വന്നത് മറ്റാരുമല്ല, അയൽ രാജ്യത്തെ രാജകുമാരനായിരുന്നു. പണത്തെ മോഹിക്കാത്ത ഒരു നല്ല സുന്ദരിയായ രാജകുമാരിയെ തേടി നടക്കുകയായിരുന്നു ഈ രാജകുമാരൻ. അങ്ങനെ അവർ വിവാഹം കഴിഞ്ഞ് സുഖമായി ജീവിച്ചു.